ഊണ് ശരിയായില്ലല്ലേ? നിറഞ്ഞു വയറും മനസ്സും. ഓ ചുമ്മാ പറയുക. തൊട്ടുകൂട്ടാൻ കൂടി ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ പാർവതി കുഞ്ഞെ, ഇഷ്ടമുള്ളവർ വിളമ്പി തന്ന ചോറുണ്ണാൻ കറികളൊന്നും വേണ്ട. നേരാ. എന്നാ ഉണ്ട് കഴിഞ്ഞ് എനിക്കൂടി ഇച്ചിരി വിളമ്പിത്ത. ഓ പിന്നെന്താ, ആ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ ഞാൻ. കഥയിൽ ആഗ്രഹിക്കുന്ന പോലല്ലോ ജീവിതം. ആയിരപ്പറ കാലനാട്ട് വേണമെന്നാ എല്ലാരും പറയുന്നേ. മുടങ്ങിപ്പോയതല്ലയോ? മുടക്കം മാറ്റി ആയിക്കോട്ടെ ആയിരപ്പറ ട്രസ്റ്റിന്റെ ആരംഭം. എല്ലാവരുടെയും ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അമ്മ ഉറങ്ങിയോ പാർവതി കുഞ്ഞെ? ഞാനങ്ങോട്ട് പോവാ, കാലത്തെ വരാം. ശൗരി, നിന്നോട് ഒളിച്ചു വെക്കാൻ എനിക്കൊന്നുമില്ല. പറയുന്നത് നന്ദികേടാണെന്നും അറിയാം. എന്താ കൈമളത്തെയും പറഞ്ഞാട്ടെ. മോളും നീയും തമ്മിലുള്ള അടുപ്പം ലേശം കൂടുന്നില്ലേന്ന് എനിക്കൊരു പേടി. ബന്ധുക്കളെല്ലാം ശത്രുവാളയത്തിലാ, അറിയാവല്ലോ. പറയാൻ എന്തെങ്കിലും നോക്കിയിരിക്കുക അവര്. നമ്മളായിട്ട് വിഷയമൊന്നും ഉണ്ടായി കൊടുക്കരുത്. നീ ഇവിടെ വരരുത് എന്നെനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നീ വരുന്നുകൊണ്ട് ഈ വീടിന് ചീത്തപ്പേരുണ്ടാവരുത് കുഞ്ഞ്. മനസ്സിലായി. സ്വന്തം ഒന്നോർത്ത് വന്നു പോകുന്നതാ. ഈ മതിലും പടിപ്പരമൊക്കെ മറന്നുപോയി. അച്ഛൻ ശൗരിയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടുന്നു മോളെ. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്ത് സൂക്ഷിക്കണമെന്ന്? ഇപ്പൊ തന്നെ സംസാരമായിട്ടുണ്ട്. എന്ത് സംസാരം? അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല മോളെ. എന്തുകൊണ്ട്? എന്നെ എന്താ അച്ഛൻ മനസ്സിലാക്കാത്തത്? ഒന്നും ഞാൻ പറഞ്ഞില്ല എന്ന് കരുതി ഒന്നും അറിഞ്ഞില്ല എന്ന് അച്ഛൻ അഭിനയിക്കരുത്. അച്ഛന്റെ മോളല്ല ഞാൻ. അച്ഛന്റെ മനസ്സല്ല എനിക്ക്. ഇഷ്ടപ്പെട്ടു പോയി, പാടില്ല എന്ന് പറയരുത്. മറ്റേർപ്പാടുകളൊന്നുമില്ലേ? ഉണ്ട്. 4 എണ്ണം വിട്ടോണ്ട് എന്നാലേ കലക്കാൻ പറ്റൂ. വേഗം വേണം. ഊണ് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പെണ്ണുങ്ങളെല്ലാം ഉണ്ണാൻ പറഞ്ഞു. തിരിച്ചു വന്നിട്ട് നമുക്ക് വിസ്തരിച്ചാകാമല്ലോ. പിന്നെ വന്നാട്ടെ. വാ. നമ്മുടെ പാപ്പിയുടെ മോനാ ശൗരി. ഇവൻ തന്നെ ഇവിടെ കാര്യം. ഇത്ര ഏർപ്പാടൊന്നും ഇനി വേണ്ടളിയാ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇറക്ക പോയി മേടിക്ക്. അപ്പനെ ഓർത്തെങ്കിലും അന്നമൂട്ടി വളർത്തിയ ഈ വീടിന്റെ പാരമ്പര്യത്തിന് കാവൽ നിന്ന് മരിച്ച പാപ്പിയുടെ മോനാ ഞാൻ. എന്റേതെന്ന് പറയാൻ എനിക്കിനി ഇത് മാത്രമേ ഉള്ളൂ. ഈ അവകാശമെങ്കിലും നിഷേധിക്കരുത് കൈമളത്തെ. അച്ഛാ, ശൗരിക്ക് കൊടുത്ത ചുള്ളി Sorry!
എന്നെ അച്ഛൻ ഈ കാണിച്ചത്? കടന്നുപോടാ, നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? കടന്നു പോകാനല്ലേ പറഞ്ഞത്? നിങ്ങളൊക്കെ എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത്? കടന്നു പോകാനല്ലേ പറഞ്ഞത്? പോവാൻ ഇവിടെ ആരുമില്ലേ? അങ്ങനെ അങ്ങ് പിടിച്ചോണ്ട് വരാൻ പറ്റുമോ മുതലാളി? നാട്ടുകാരെ ഇളകത്തില്ലയോ? വക്കീലിന്റെ വീട്ടിലെത്തിക്കും. പാതിരായ്ക്ക് ക്രിസ്മസ് ബേളം തുടങ്ങുമ്പോ ഞങ്ങൾ ഇങ്ങ് മുക്കിക്കൊണ്ടുപോകും. ഇന്നേ അത് നടക്കണം. വള്ളം മുങ്ങി തോഴ പോയി തല്ലുകൊണ്ടു വല്ലും പോയി ഇനി എന്നെ ചാദിക്കല്ലേ കുറുമ്പക്കള്ളേ. നീ എങ്ങോട്ടാ ശൗരി? പോണം വാസു, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല. മേടക്കാർക്ക് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, അതോർത്ത് നീ വിഷമിക്കുന്ന എന്തിന്? നല്ലൊരു ക്രിസ്മസ് അല്ലേ ശൗരി? നിങ്ങൾ കൂടെ എനിക്കൊന്ന് മാറി നിൽക്കണം. ഇവിടെ വേറെ എവിടോട്ടെങ്കിലും മാറിത്തോഴേ. വേണ്ട, നിങ്ങളൊക്കെ ഇവിടെ തന്നെ കാണണം. ഈ വീട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഞാൻ വരണമെന്ന് തോന്നുമ്പോ. എന്താ നിന്റെ മനസ്സിൽ? ഒന്ന് പറഞ്ഞിട്ടെങ്കിലും പോ. ഇനി എന്തുണ്ട് മനസ്സിൽ ബാക്കിയെന്ന് എനിക്ക് പോലും അറിഞ്ഞൂടാ. അതൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാം. ഞങ്ങളും കൂടെ വരാം. ബോട്ട് കെട്ടി വരെ. വേണ്ട, വരരുത്. എനിക്ക് ഒറ്റയ്ക്ക് പോകണം. ശൗരി വേണ്ട. കൈമളദ്യം, കൈമളദ്യം, പാറു കുഞ്ഞെ, കൈമളദ്യം, ഇതെന്നാ പറ്റി? പാറു കുഞ്ഞെ, പാറു കുഞ്ഞെ, പാറു കുഞ്ഞെ. എന്നതാ എന്നതാ കൈമളദ്യം, എന്നതാ? എന്റെ മോക്ക് പ്രാന്താണെന്നും പറഞ്ഞ് അവന്റെ മോളെ അവരെല്ലാം ഇവിടെ പിടിച്ചോണ്ട് പോയടാ. എന്റെ മോളെ എന്നാ യോസനെ അയ്യാ சொன்னா എതിർവാ ഇല്ലേ? എവിടാ പാറു കുഞ്ഞ്?
എന്താ സൗരി அவ்வளவு லேசா குட்டியை கொண்டு போயலான்னு விசாரிச்சோ? நீ இன்னும் என்ன சரியா புரிஞ்சுக்கலன்னு நினைக்கிறேன். பத்திரத்தை எல்லாம் தீயில போட்டுட்டா இந்த பொன்னிச்செட்டி பயந்து ஓடுவான்னு நினைச்சியா? என்னம்மா பார்வதி, கல்யாணம் கழிக்காத குட்டி அல்ல, ராத்திரி நேரத்துல எங்கன இறங்கி நடக்கலாமா? என்னடா பாத்துக்கிட்டு நிக்கிறீங்க? தூக்கிட்டு போங்கடா அவளை. പൊന്നു വിളയുന്ന മണ്ണാടായത്. ഇവിടെ പൊന്നിച്ചട്ടികൾ വിളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. മോളെ, എന്റെ മോളെ, ഈ കൈ കൊണ്ട് നിന്നെ ഞാൻ അടിച്ചല്ലോ ശൗരി. അതേ എനിക്കപ്പൊ ചെയ്യാൻ ഒക്കുമായിരുന്നുള്ളൂ. എന്നോട് പൊറുക്കണം നീ. പാപ്പിമാപ്പിളുടെ മോനാ ഞാൻ. ഈ കൈ കൊണ്ട് തല്ലുന്നത് പോലും സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ പോവുക. യാത്ര പറയാതെ പോകാൻ മനസ്സ് സമ്മതിച്ചില്ല. ശൗരി, എന്തോ? എന്റെ മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും ശൗരി? കൈമളത്തെ മനസ്സ് വേദനിച്ചൊന്നും ചെയ്യരുത്. എന്റെ അപ്പൻ എന്നോട് പൊറുക്കുകയില്ല. നിറഞ്ഞ മനസ്സോടെ പാർവതി കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചാൽ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ഞാൻ എന്റെ മോളെ ശൗരിയെ ഏൽപ്പിക്കാം. മോളെ ശൗരി,
നാട്ടുകാരും ഉറങ്ങിയിട്ടില്ല. നാട് മുഴുവൻ വിളിച്ചറിയിക്കാൻ പോവാ ഞങ്ങൾ ഈ കാര്യം. കൈമളദ്ദേഹം നാളെ അന്നമൂട്ട് വടയിൽ കര അടച്ച് സദ്യ വേണം. അതിനുശേഷം ഫ്രീ ഷോ. ശൗര്യയുടെ മിന്നുകെട്ട് പ്രമാണിച്ച് കടവലെ കടകടയുടെ കടവലെ കൺകണ്ട ദൈവം. അപ്പൊ ഞങ്ങൾ പോയേച്ച് വരാം. നാളെ കാണാം. പക്ഷേ അതെ, സേമിയ പായസം തന്നെ വേണം. ഇപ്പോഴത്തെ പരിഷ്കാരികൾക്ക് അതൊക്കെ ഇഷ്ടം. ഞാൻ അവളോടൊന്ന് പറഞ്ഞു വരട്ടെ. മോളെ പഠിപ്പിരി അടച്ചേരെ. അത്താഴ ഭക്ഷണി നാട്ടുകാർക്ക് നാളെയല്ലേ സദ്യ. ഇന്നത്തെ ഊണ് എനിക്ക് മാത്രമുള്ളത്, എനിക്ക് മാത്രം.